ഹായ് ഫ്രണ്ട്സ്, നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്തിട്ടിരിക്കുന്ന സാനിയുടെ ഒരു വിന്റേജ് ടൈപ്പ് ടോർച്ചാണ്. ഇത് നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയത് വെറും 20 രൂപയ്ക്കാണ്. ടോർച്ച് നിറയെ സ്ക്രാച്ചാണ്, ചെളിയും, പിന്നെ അതിന്റെ സ്ട്രാപ്പ് എല്ലാം പൊട്ടിയിരിക്കുന്നു. സ്ട്രാപ്പ് നമുക്ക് എടുത്ത് മാറ്റാം. ഉണ്ടോ, ബൾബൊന്നും ഇല്ല. ബൾബെല്ലാം ആരോ എടുത്തു മാറ്റി. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് അതിന്റെ ഹെഡ് ഒന്ന് അഴിച്ചു മാറ്റാം. ഹെഡ് അഴിക്കുന്ന ഒരു ടാസ്ക് ആണ്. ഇനി സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി അതിന്റെ ബോഡി വേർപെടുത്താം. സ്ക്രൂ എല്ലാം അതിൽ അഴിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, തുരുമ്പൊന്നുമില്ല. ബാറ്ററി എല്ലാം ഉണ്ട്. അതിന്റെ ബോർഡിലേക്കുള്ള സ്വിച്ചിലേക്കുള്ള കണക്ഷനെല്ലാം പിടിപ്പിച്ചിട്ട് ഇളകിയിരിക്കുക. ആരോ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പണിയെടുത്തിട്ട് ഉപേക്ഷിച്ചതാ. ട്രാൻസ്ഫോർമർ മൊത്തം കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കുക. ട്രാൻസ്ഫോർമർ വേറെ മാറ്റണം. പഴയ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്, അതിന്റെ ഇരിപ്പുണ്ട്, അത് മാറ്റിയിടാം. ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് കാണുകയില്ല, എന്നാലും ചുമ്മാ. സീറോ സീറോ. ഇത്രയും പഴക്കമുള്ള സാധനമല്ലോ, ഒരിക്കലും വോൾട്ടേജ് കാണുകയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ ബോഡിയെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ഹാൻഡ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് വാഷ് ഒരു മഗ്ഗിനകത്തൊക്കെ ആക്കി ബ്രഷ മുക്കി കഴുകിയെടുക്കുകയാണ്. ചെളിയെല്ലാം ഇളകി പോവും. പിന്നെ അതിന്റെ സ്ക്രാച്ച് എല്ലാം നമുക്ക് റബ്ബിംഗ് കോമ്പൗണ്ട് എല്ലാം ഇട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കണം. സ്ക്രാച്ച് എല്ലാം മാറ്റിയെടുക്കണം. നിറയെ ചെളിയാണ്, മൊത്തത്തിൽ ചെളി പിടിച്ചിരിക്കുക. കുറേ സമയം കൊണ്ട് അത് കഴുകിയെടുത്തത്. ഇപ്പോൾ ഓടിച്ച് സ്പീഡ് കാണിക്കുന്നതേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് പാചകം പോലെ എങ്ങനെയാണെന്നുള്ള വീഡിയോ അല്ലേ, നല്ല കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ട്
വീഡിയോ എടുക്കുന്നതാണ്. വീഡിയോ ഇങ്ങനെ സ്പീഡ് വിട്ടില്ലെങ്കിൽ പിന്നെ ലാഗ് അടിക്കും, പിന്നെ ആർക്കും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. ഇതിലിപ്പം നിലവിൽ കാണുന്നത് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുത്ത ബാറ്ററി ശരിയാകും. പിന്നെ ബൾബില്ല, നമുക്ക് വേറെ ഒപ്പിക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ ട്രാൻസ്ഫോർമർ വേറെ പഴയ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇനി നമുക്കൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഇതിന്റെ സ്ക്രാച്ച് എല്ലാം കളയാൻ വേണ്ടി, ബോഡിയിലെ സ്ക്രാച്ച് എല്ലാം പോകാൻ വേണ്ടി ഒന്ന് റബ്ബ് ചെയ്തെടുക്കും. ഒരു കോട്ടൺ തുണി ആക്കിയിട്ട് ഒന്ന് ശരിക്കും റബ്ബ് ചെയ്തെടുക്കാം. റബ്ബിങ് എന്ന് പറഞ്ഞാൽ ചുമ്മാ തുണിയിട്ട് വെച്ചാൽ നല്ല പ്രസ് ചെയ്ത് റബ്ബ് ചെയ്യണം. എന്നാലും നമുക്ക് അതിന്റെ സ്ക്രാച്ച് എല്ലാം മാറി കിട്ടുള്ളൂ. നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. പൂച്ച മാന്തിയ പോലെ ഇങ്ങനെ വരഞ്ഞ് എല്ലാം നമുക്ക് റബ്ബ് ചെയ്ത് മാറ്റിയെടുക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്ത് റബ്ബ് ചെയ്ത് സ്ക്രാച്ച് എല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ. എത്ര സമയം എടുത്തിട്ടാണ് ഇതിന്റെ സ്ക്രാച്ച് എല്ലാം മാറിയത്. ഇനി നമുക്ക് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. ട്രാൻസ്ഫോർമർ വേറെ മാറ്റിയിട്ടുണ്ട്, വേറെ ട്രാൻസ്ഫോർമർ വെച്ചേക്കുന്നത്. നമുക്ക് സ്വിച്ച് സെറ്റ് ചെയ്യാം. സ്വിച്ചിന്റെ കോണ്ടാക്റ്റിലെല്ലാം ക്ലാവ് ഉണ്ടായിരുന്നു, ക്ലാവ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ മോഡൽ സ്വിച്ചിന് സാധാരണ ചാർജിങ് ഇൻഡിക്കേറ്റർ ഇല്ല, നമ്മൾ ചാർജിങ് ഇൻഡിക്കേറ്റർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജിങ് പിന്നെ സെറ്റ് ചെയ്യാം. ഇനി തിരിച്ച് കവർ ഇട്ട് സെറ്റാക്കി എടുക്കാം.
എൻ്റെ ഹെഡ് തിരിച്ച് സെറ്റ് ചെയ്യും. ഓക്കെ, ഉണ്ടോ നല്ല ഫിനിഷിംഗ് ആയി, പുതുപുത്തൻ ടോർച്ച് പോലെയായി. സ്ക്രാച്ച് ഒന്നുമില്ല, നല്ല പോറലെല്ലാം മാറി, നല്ല പുതിയ ടോർച്ച് പോലെയായി. ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ല, എല്ലാം മാറി. നമുക്കൊന്നൊരു ചാർജ് ചെയ്യാൻ വെക്കാം, ഒരു 9 മണിക്കൂറോളം ചാർജ് ചെയ്യാൻ വെക്കാം. 9 മണിക്കൂറോളം കണ്ടിന്യൂ ആയിട്ട് ചാർജ് ചെയ്താലേ നമുക്ക് വല്ല ചാർജ് കയറുള്ളൂ. പഴയ സെല്ലല്ലേ, നമുക്ക് ചാർജ് കയറിയെന്ന് നോക്കാം. ഇനി നമുക്ക് തെളിച്ച് നോക്കാം. നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.